നമസ്കാരം. കാടുകയറിയ പ്രതികാര രാഷ്ട്രീയവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ അസൂയയും തീർത്ത വ്യാജ ആരോപണങ്ങളുടെ വേലിക്കെട്ടുകൾ ഒന്നൊന്നായി തകർത്തെറിഞ്ഞ് IPS ഉദ്യോഗസ്ഥൻ പി വിജയൻ വീണ്ടും സന്നിധാനത്തിന്റെ കാവലാളായി തിരിച്ചെത്തുന്നു. ശബരിമലയിലെ പോലീസ് നടപടികളുടെ പൂർണ്ണ ചുമതലയുള്ള ചീഫ് പോലീസ് കോഓർഡിനേറ്ററായി ADGP വിജയനെ നിയമിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചതോടെ മാറ്റി നിർത്തലിന്റെയും വേട്ടയാടലിന്റെയും കറുത്ത ഏടുകൾക്കാണ് വിരാമമാകുന്നത്. അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ എന്നും പ്രിയങ്കരനായ ഒരു പോലീസുകാരന്റെ തിരിച്ചുവരവ് സന്നിധാനത്തിനും മലയോരത്തിനും ഒരുപോലെ ആഹ്ലാദമാവുകയാണ്. ശബരിമലയെ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയമാക്കിയ പുണ്യം പൂങ്കാവനം എന്ന മാലിന്യമുക്ത ശുചീകരണ പദ്ധതിയുടെ ശില്പിയായിരുന്നു പി വിജയൻ. സ്വാമി അയ്യപ്പന്റെ പുണ്യഭൂമിയായ സന്നിധാനവും പമ്പയും വൃത്തിയായി സൂക്ഷിക്കാൻ ഭക്തരെയും പോലീസിനെയും ഒരുപോലെ അണിനിരത്തി അദ്ദേഹം നടപ്പിലാക്കിയ മാതൃകാ പദ്ധതി ലോകശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ സന്നിധാനത്തെത്തുന്ന ദശലക്ഷക്കണക്കിന് ഭക്തരുടെ ഹൃദയത്തിൽ വിജയൻ എന്ന ഉദ്യോഗസ്ഥൻ സ്നേഹാദരവങ്ങളോടെ സ്ഥാനം പിടിക്കുന്നത് ചിലരിൽ കടുത്ത അസൂയയും പകയും വളർത്തുകയായിരുന്നു. വിജയന്റെ പേരും ജനപ്രീതിയും വളരുന്നത് സഹിക്കാനാകാത്ത ചില ഉന്നത ഉദ്യോഗസ്ഥർ ഇതിൽ പോലും അഴിമതി ആരോപിക്കാൻ മടിച്ചില്ല. വിജയനെ തകർക്കാൻ പോലീസ് ആസ്ഥാനത്തിരുന്ന് ഗൂഢാലോചനകൾ നെയ്തതിനു പിന്നിൽ അന്നത്തെ ADGP MR അജിത് കുമാർ ആയിരുന്നുവെന്നത് പിൽക്കാലത്ത് തെളിഞ്ഞ പരസ്യമായ രഹസ്യമാണ്. പുണ്യം പൂങ്കാവനം പദ്ധതിയിലൂടെ വിജയൻ നേടിയെടുത്ത വലിയ ജനപ്രീതിയിൽ കണ്ണുകടിച്ച മേലാളന്മാർ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കുരുക്കുമുറുക്കാൻ അവസരത്തിനായി കാത്തിരുന്നു. ഈ വ്യക്തിവൈരാഗ്യത്തിന്റെ പകയുടെ തുടർച്ചയായിരുന്നു ഏലത്തൂർ തീവണ്ടി കത്തിക്കൽ കേസിൽ വിജയനെതിരെ ഉയർന്ന വ്യാജ ആരോപണങ്ങളും അതിനെ തുടർന്നുണ്ടായ നാടകീയമായ സസ്പെൻഷനും. ഏലത്തൂർ കേസിന്റെ വിവരങ്ങൾ ചോർത്തിയെന്ന അസത്യമായ ആരോപണം ഉന്നയിച്ച് ദീർഘകാലം സേവന പാരമ്പര്യമുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ചത് കടുത്ത അനീതിയാണെന്ന് അന്നേ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിരുന്നു. ശബരിമലയിൽ ആചാരലംഘനത്തിന് കൂട്ടുനിൽക്കുകയും വിശ്വാസികളെ ലാത്തിചാർജ് ചെയ്ത് ചോരയിൽ മുക്കാനും മടിക്കാത്ത ചില ഉദ്യോഗസ്ഥ വൃന്ദമാണ് നിർമ്മലമായ ഭക്തിയോടെ പുണ്യം പൂങ്കാവനം മുന്നോട്ട് കൊണ്ടുപോയ വിജയനെ ഒതുക്കാൻ മുന്നിൽ നിന്നത്. എന്നാൽ കാലം അതിശക്തമായ മറുപടിയാണ് ആ ഗൂഢസംഘത്തിന് നൽകിയത്. ശബരിമലയിലെ അനീതികൾക്കും അഴിമതികൾക്കും കൂട്ടുകാരനായവർക്കും വിജയനെ ചതിച്ചവരുമെല്ലാം ഇന്ന് കേസിന്റെയും അന്വേഷണത്തിന്റെയും നിഴലിൽ നെട്ടോട്ടമോടുകയാണ്. കുറ്റമറ്റ രീതിയിൽ ഔദ്യോഗിക ജീവിതം നയിച്ച സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനെ വേട്ടയാടാൻ നോക്കിയവർ ഇന്ന് സ്വയം വലിഞ്ഞു ചുറ്റിയ വലയിൽ കുടുങ്ങി നിൽക്കുമ്പോൾ തിരിച്ചടികളുടെ തീച്ചൂളയിൽ നിന്ന് കൂടുതൽ കരുത്തോടെ വിജയൻ ഉയർത്തെഴുന്നേറ്റു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അടിയന്തരവും മാസായതുമായ രാഷ്ട്രീയ അഡ്മിനിസ്ട്രേറ്റീവ് ഇടപെടലാണ് ഈ നിർണായക നിയമനത്തിന് പിന്നിൽ. സർവീസിലെ മിടുക്കരായ പവിത്രതയും കാര്യക്ഷമതയും പുലർത്തുന്ന ഉദ്യോഗസ്ഥരെ അർഹിച്ച സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്ന ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് വിജയനെ തന്നെ ശബരിമലയുടെ അമരം ഏൽപ്പിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചത്. പോലീസും ഭക്തരും തമ്മിലുള്ള ബന്ധം കൂടുതൽ സുതാര്യവും സുഗമവുമാക്കാൻ വിജയന്റെ വരവ് വലിയ രീതിയിൽ സഹായിക്കും. കോഴിക്കോട് ജില്ലയിലെ സാധാരണ കുടുംബത്തിൽ നിന്ന് കഠിനാധ്വാനം കൊണ്ടും പവിത്രമായ സേവന മനോഭാവം കൊണ്ടും IPS പദവിയിലെത്തിയ പി വിജയൻ കേരള പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ജനകീയനായ ഉദ്യോഗസ്ഥരിൽ ഒരാളാണ്.